വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറേ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ എക്സ്പെരിമെന്റ് നമുക്ക് അറിയാവുന്ന എക്സ്പെരിമെന്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്നെ ഉണ്ടാക്കും. ഫസ്റ്റ് നമ്മളൊരു റോക്കറ്റ് ഉണ്ടാക്കും. ന്യൂസ് പേപ്പർ റോക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു 1 ഫുൾ ന്യൂസ് പേപ്പറാണ്. അതായത് ന്യൂസ് പേപ്പറിൽ ഒരു പേജാണ് എടുത്തേക്കുന്നത്. ന്യൂസ് പേപ്പർ പല പല പേജ് ഉണ്ടല്ലോ, ആ പേജ് നമ്മൾ ഫുള്ളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ വെച്ച് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഒന്ന് ചുരുട്ടി കൂട്ടി വെക്കണം. പിന്നെ നമ്മൾ നിവർത്തണം. നമ്മൾ നിവർത്തിയതിന് ശേഷം ട്രയാങ്കിൾ രീതിയിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഈ ന്യൂസ് പേപ്പർ തുറക്കണേ. അതിന് ശേഷം ഇങ്ങനെ ഈ സൈഡ് രണ്ടും ഇത് ചെയ്തിട്ട് അടുത്ത സൈഡും ഇങ്ങനെ ചെയ്ത് മറ്റേ സൈഡും കൂടെ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ നല്ല എയർ നല്ല ടൈറ്റായിട്ട് നല്ല ഇരിക്കും. അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് മുറുക്കി കെട്ടി വെക്കാം. ഇങ്ങനെ അതായത് കയറൊന്നും വേണ്ട. നമുക്ക് ഈ 2 സാധനം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. കയറുണ്ടെങ്കിൽ അതിപ്പോൾ ചിലപ്പോൾ പറന്നു പോകത്തില്ല, വെയിറ്റ് കാരണം. അതെ, അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ കയർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ 4 സൈഡിലും നമ്മൾ ലൈറ്ററില്ല കത്തിച്ച് വെക്കണേ. അപ്പോൾ 4 സൈഡും ഒരു സൈഡ് കത്തിയേ ഒട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ കത്തിച്ച് വെച്ച് 4 സൈഡിൽ നമ്മൾ പെട്ടെന്ന് പടാന്ന് കത്തിച്ച് വെച്ചോണ്ടിരിക്കുക. ഈ സംഭവം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ചിലപ്പം അതെ മാറി നിൽക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഇത് പറന്ന് എവിടെയാണ് വീഴുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതേ പൊങ്ങി അതെ നല്ല പോലെ പോയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ സൂപ്പർ റോക്കറ്റ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മാജിക് പേപ്പർ ടവൽ. അപ്പോൾ അതിനായി നമുക്ക് കുറേ സംഭവങ്ങളുണ്ട്, അത് നമുക്ക് കാണിക്കാം. ഇതിനകത്ത് വേണ്ടത് ഫുഡ് കളറ്, പിന്നെ 3 ഗ്ലാസ്, ഒരു പേപ്പർ ടവല്, വെള്ളം, പിന്നെ ഒരു സ്പൂണുമാണ് വേണ്ടത്. ഒരു ഗ്ലാസ് നമ്മൾ മാറ്റി വെക്കണം. അത് ഇനി 2 ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം. മതി. അപ്പുറത്തെ ഗ്ലാസ്സിൽ പോലെ സെയിം വാട്ടറാണ്. അപ്പോൾ ഈ 2 ഗ്ലാസിൻ്റെ അകത്ത് ഫുഡ് കളർ ഒഴിക്കണം. ഈ ഒരു ഗ്ലാസ് മാറ്റി വെക്കണം. ഏവലും സാറേ നമ്മൾ വഴക്കാണ്. ഇത് രണ്ടും മിക്സ് ചെയ്യണം നമ്മൾ. ഇപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ്, ഈ ഒരു empty ഗ്ലാസ് മിഡിലിൽ വെക്കണം. സോറി, അപ്പം നമുക്കുണ്ടല്ലോ 2 പേപ്പർ ടവൽ വേണമായിരുന്നു. കാരണം ഒരു പേപ്പർ ടവൽ വെച്ചാൽ ഭയങ്കര സ്പീഡിലൊന്നും പോകത്തില്ല. അപ്പൊ നമുക്കിനി ഫോൾഡ് ചെയ്യണം. പിന്നെ ഇത് ഫോൾഡ് ചെയ്യണം. അതിന്റെ കറുത്ത ഇതൊക്കെ ഒന്ന് വർക്കാവോ? എടാ, ഞാൻ നിന്നെ മറക്കി തന്നല്ലേ. മടക്കണം. ഇത് ഇങ്ങനെ മുക്കണം. അപ്പൊ നമ്മള് ഇത് 2 ഗ്ലാസ് ഈ empty ഗ്ലാസ്സിലോട്ട് പിടിക്കുവാണ്. വെക്ക്. ഇത് വർക്കാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോ പതിയെ കേറി വരുവാണോ ഒരു സംശയം. അല്ല ഗൈസ്, ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഇത് 2 കൂടെ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ 2 സൈഡും മുക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് അത് ഈ രീതിയിലേക്ക് ഇങ്ങനെ വെക്കുവാണെങ്കിൽ വരും. വരുന്നുണ്ട്. നിങ്ങളത് മസ്റ്റ് ട്രൈ സംഭവമാണ്. കുറച്ചായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല ഞാൻ പറയാൻ ട്രിക്ക് ഉണ്ടല്ലോ, അത് അബദ്ധത്തിൽ ഇതിങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാൻ മറന്നുപോയി. അതാണ്
ഫസ്റ്റ് ഇങ്ങനെ 2 പേപ്പറും 2ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മുക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വരും. അപ്പോൾ ഇതാണ് സെക്കൻഡ് എക്സ്പെരിമെന്റ്. ഇത്രയും നേരമായിട്ട് ഇതായത് ഡ്രോപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇത് സക്സസ് ഉള്ള സംഭവമാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. പക്ഷെ ഞങ്ങൾ ചെയ്ത ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ. നമ്മുടെ അടുത്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് റെഡ് ലാവ ലാമ്പ്. അപ്പം അതിന് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഇനി ഒരു ഗ്ലാസും വെള്ളം, ഉപ്പ്, ഫുഡ് കളർ റെഡ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് എടുത്തിട്ട്, ഗ്ലാസ് അല്ലെങ്കിൽ ബോട്ടിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, കാണാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഇനി ഓൾമോസ്റ്റ് അത്രയും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അത്രയും മതി. അപ്പൊ നമ്മൾ ഈ ഫുഡ് കളർ വയ്ക്കാൻ പോവാണ്. 2 ഡ്രോപ്പ് ഒക്കെ മതിയായിരിക്കും. അപ്പൊ നമ്മള് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനി കുറച്ച് ഉപ്പും കൂടെ എടുക്കാം. ഇത്രയും മതി. ഉപ്പ് വെച്ച് അടിയിരിക്കടാ, കുറച്ചുകൂടെ നല്ല പോലെ അടി കണ്ട ബബിള് നല്ല കുറച്ചുകൂടെ ഇടുവോ? പ്രഷർ കണ്ടില്ല. ഈ വഴി കൊള്ളാലോ. ഇവിടെ കൊറോണ വൈറസ് പോലെ ഇരിക്കുക. പല പല അത്ഭുതങ്ങളും നടന്നു. അതാണ് നമ്മുടെ എക്സ്പീരിമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത എക്സ്പെരിമെന്റിന്റെ 4ാമത്തെ എക്സ്പെരിമെന്റ് ഇല്ല, അതെ 4ാമത്തെ എക്സ്പെരിമെന്റിന്റെ പേര് റെഡ് ബബിൾ ഫോം. അപ്പം അതിനുള്ള മെറ്റീരിയൽസ് നിങ്ങൾ കാണിക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഡിഷ് സോപ്പ്, വെള്ളം, ഫുഡ് കളർ, സ്ട്രോ, സ്പൂൺ, പിന്നെ ഒരു ഗ്ലാസും കൂടെ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഡിഷ് സോപ്പ് എടുക്കണം. ഡിഷ് സോപ്പ് എടുത്ത് കുറച്ച് ഒന്ന് ഒഴിക്കണം. പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഒഴിക്കണം. കുറച്ചുകൂടെ ഒഴിക്കടാ, അല്ലേ പത തരത്തില്ല. മതി മതി മതി. അടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ശകലം മതി. അത് അവൾക്ക് വേണ്ടി ചെയ്യുന്ന സാധനമില്ല. ഇവിടെ ഒരു കുഞ്ഞു കുറുപ്പ് വന്ന് ചെയ്യുന്നുണ്ട് അവള് തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. കുറേ വെള്ളം ഒഴിക്കില്ല, അല്ലേ പിന്നെ പതെല്ലാം പോകും. ഞാൻ പറയാം മതി. ഇനി ഒരു കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത റെഡ് ഫുഡ് കളർ. അപ്പൊ നമ്മള് ഫുഡ് കളർ നോക്കുന്നു. അപ്പൊ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്നാ ചെയ്യണം, നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളൊരു സ്ട്രോ എടുത്തിട്ട് അതിൽ കൂടി ഒന്ന് ബ്ലോ ചെയ്യണം. ഇത് ബിലോ 5 കുട്ടികൾ ചെയ്യാൻ പാടില്ല. ബിലോ 5 അല്ല, നല്ല റെഡ് ബബിള്. വീഡിയോ കൂടെ കണ്ടാൽ നിങ്ങൾ വൈറ്റ് ബബിളാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ശരിക്കും ഇതിനകത്തിരുന്ന വൈറ്റ് റെഡ് ബബിളാണ്. ചെറിയ ലൈറ്റ് റെഡ് ഉണ്ട്. കുറച്ചുകൂടെ ആയിക്കേ. സത്യം പറഞ്ഞ റെഡ് ആട്ടോ, അതുകൊണ്ട് പൊട്ടുമ്പോ കണ്ടോ. ഇതാണ് നമ്മുടെ 4th എക്സ്പെരിമെന്റ്. ഇതൊരു മലയാക്കി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങളുടെ എക്സ്പെരിമെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.